ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ അടച്ച് മക്കൾ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ എപ്പോഴും ചോദിക്കുന്ന ഒരു സമയമാണല്ലേ. അപ്പോൾ എന്നും നമ്മൾ അമ്മമാർ എന്താ ഇന്നിപ്പോൾ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് എന്തായാലും ഈ രണ്ട് സ്നാക്കും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രണ്ട് സ്നാക്കാണ് കേട്ടോ ഇത്. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ മുട്ട വെച്ചിട്ടുള്ള ഈ സ്നാക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ മുട്ട പുഴുങ്ങാനായിട്ട് വെക്കാം. അപ്പം അതിനായിട്ട് 3 മുട്ട ഇവിടെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയെടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇതുപോലെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്, നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ വലിയ സൈസുള്ള ഒരു വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ പേസ്റ്റാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വലിയ ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം അത് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഒക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഒരു 1/4 ടീസ്പൂണോളവും ബാക്കിയുള്ളതെല്ലാം 1 ടീസ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 മിനിറ്റോളം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പിൻ്റെ കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 2 തവണയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 2 നുള്ളോളം ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു മുട്ട ഇതുപോലെ പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മൈദപ്പൊടി എപ്പോഴും നമ്മൾ പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അതിനടിയിൽ ഒട്ടിപ്പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കിയെടുക്കുന്നത് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ബാറ്റർ ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂണോളം ബാക്കി വെക്കുന്നുണ്ട്. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ അടുപ്പ് ഓണാക്കാം. എന്നിട്ട് ഇത് അതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ അതും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ചും കൂടെ മസാല ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അതിന് മുകളിൽ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ലിഡ് വെച്ചിട്ട് ഇതുപോലെ അടച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ഒരു ദോശ പാനിന്റെ മുകളിലാണ് കേട്ടോ ഞാനിപ്പോൾ ഈ പാന് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നന്നായിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ അടച്ചു വെച്ചിട്ടുള്ള മൂടിക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഹോൾസ് ഉണ്ടെങ്കിൽ അടച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ.
അപ്പോൾ ഇത് 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് കാണുന്ന ഈ വൈറ്റ് ഭാഗം ഇതിങ്ങനെ തന്നെയാണ് കേട്ടോ വരിക, അത് കുക്കാവത്തിയല്ല. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് തിരിച്ചിട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അടിഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഈസി ആയിട്ടുള്ള ഫസ്റ്റ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്നാക്ക് റെഡിയാക്കി എടുക്കാം. ഈ രണ്ട് സ്നാക്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡാണ് കേട്ടോ. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്, ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു അര കഷ്ണം ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബ്രെഡിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഓൾറെഡി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ചിക്കൻ ഇല്ലെങ്കിലും ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ റെഡ് ക്യാപ്സിക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇതിന് പകരം ഗ്രീനോ യെല്ലോയോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതുപോലൊരു പാത്രത്തിലാണ് കേട്ടോ ഞാനിത് റെഡിയാക്കി എടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് സ്റ്റീൽ പാത്രം ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഇതുപോലെ ചീസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സാൻഡ്വിച്ചിനൊക്കെ ഉപയോഗിക്കുന്ന സ്ലൈസസ് ആയിട്ടുള്ള ചീസാണ് കേട്ടോ. അത് മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് മൊസറല്ല ചീസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിന് മുകളിലായിട്ട് കുറച്ചും കൂടെ നമ്മുടെ ബ്രെഡിൻ്റെ മിക്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ചും കൂടെ ചീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ചും കൂടെ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് 5 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ സ്നാക്ക് റെഡിയാക്കി എടുത്ത പോലെ തന്നെ ഒരു ഓവൻ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ദോശ പാനിന് മുകളിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ആ സ്നാക്കിൻ്റെ ബൗള് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ സ്നാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ചീസൊക്കെ ഇതാ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണെങ്കിലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു സ്നാക്ക്. അപ്പോൾ ഈ ഒരു സ്നാക്കും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ വെറൈറ്റി ആയിട്ടുള്ള 2 സ്നാക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ മറ്റൊരു ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക്